ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സത്യസന്ധതയുടെ ആഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിനെ ഏറ്റുപറയാൻ ഈ അന്ത്യകാലത്ത് ദൈവം ഒരു ജനത്തെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ അലഞ്ഞു നടന്നു, അവർ വേട്ടയാടപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, അവർ നഗരത്തിലും ഗ്രാമങ്ങളിലും ഇടവഴികളിലും അവർ അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിലില്ലായിരുന്നു. ഹെബ്രായ ലേഖനം 11 പറയുന്നുണ്ട്, ശ്രദ്ധിച്ചേ. അതായത് അന്ത്യകാലത്ത് കേട്ടോ, ഇത് ദൂതാണ്. അന്ത്യകാലത്ത് ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്തും. അന്ത്യകാലത്ത് ദൈവം ഒരു ജനതയെ, അതായത് വഴുക്കുന്ന വരമ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ചാഞ്ചാടിക്കളിക്കാത്ത, സംശയമില്ലാത്ത, അല്ലെ സംശയത്തിൽ ജീവിക്കാത്ത, വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരു ജനതയെ ദൈവം രൂപപ്പെടുത്തും. ആ ജനതയുടെ പ്രത്യേകത എന്താ അറിയാമോ? ആ ജനത 199 പേരും യേശുവിനെ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ യേശു ഏകരക്ഷകനാണെന്ന് തൻ്റെ ഇടത്തോടെ പറയാനോ മടി കാണിക്കുന്ന ഒരു സമയത്ത് ദൈവം 100-ൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് പറയും, ഇത് എൻ്റെ ജനം, ഇത് എൻ്റെ ജനം. അങ്ങനെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിനെ ദൈവം മാറ്റി നിർത്തും. ശ്രദ്ധിച്ചോണം. റോമർ 11 പറയുന്ന ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000, അങ്ങനെ ദൈവം കൗണ്ട് ചെയ്യും ഒരു ജനത്തെ. ജീസസ് വിൽ കൗണ്ട് ഓൺ സംബഡി. He will take into account